വാർത്തകളിലേക്ക്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി. യമുന നദിയിൽ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിൽ. കൽപ്പയിൽ കുടുങ്ങിയ മലയാളികളുടെ തിരിച്ചുവരവ് പ്രതിസന്ധിയിൽ. എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പുകൾ അടക്കം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്, നിർത്താതെ പെയ്യുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഡൽഹിയിലെ മറ്റ് പ്രദേശങ്ങളായ ഗുരുഗ്രാം, നോയിഡ തുടങ്ങിയ പ്രദേശങ്ങളിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ അവിടെ ഇന്ന് പ്രളയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ നിർത്താതെ പെയ്തതിനെ തുടർന്ന് യമുന നദിക്ക് സമീപം താമസിക്കുന്ന ആ ഒരു മേഖലയിലൊക്കെ തന്നെ വെള്ളം കയറുകയും ആ തീരത്തുള്ളവരെ മാറ്റി പാർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീരത്തുള്ള കുറെ പേർ മറ്റ് ടെന്റുകളിലേക്കൊക്കെ മാറി താമസിച്ചിരുന്നു. പക്ഷേ ഇനിയും കുറെ പേർ അവിടെ ഒഴിയാനുണ്ട്. അവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ തുടരുന്നത്. എന്തായാലും യമുന നദിയിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിൽ തുടരുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ യമുന നദി കവിഞ്ഞൊഴുകാനുള്ള ഒരു സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. ആ ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ മഴക്കെടുതി രൂക്ഷമായിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹിമാചലിലോട്ട് പോയ മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അവർ നിലവിൽ സുരക്ഷിതരാണെങ്കിൽ പോലും അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മാർഗം ഇല്ല. പെട്ടെന്നുണ്ടായ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അവരും അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. എയർലിഫ്റ്റ് ചെയ്ത് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലേക്ക് ഒരു മഴക്കെടുതി രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇത്തരത്തിൽ ആ ഒരു സ്ഥിതിഗതികളെല്ലാം വിലയിരുത്താനായിട്ട് പ്രദേശം സന്ദർശിച്ചിരുന്നു. ആ ഒരു സമയത്ത് ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഈ ഒരു ആഭ്യന്തരമന്ത്രിയുടെ വിമാനം തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ വിമാനം തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു ഡൽഹിയിലെ മഴ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മഴ വ്യോമഗതാഗതത്തെയും അതുപോലെ തന്നെ റോഡ് ഗതാഗതത്തെയും പൂർണ്ണമായും ബാധിച്ചിട്ടുണ്ട്. നിലവിൽ വെള്ളം കയറി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ളത്. വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു മഴക്കെടുതി ഇനിയും രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ യമുന നദി കരകവിഞ്ഞൊഴുകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഡൽഹിയിലെ യമുന നദിയിലെ പഴയ പാലത്തിലൂടെയുള്ള യാത്ര ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർണ്ണമായും നിരോധിക്കും. ഇന്ന് വൈകുന്നേരം പാലം അടയ്ക്കും. പാലത്തിലൂടെ ഇനി ആളുകളെ കയറ്റിവിടില്ല. ഈ ഒരു നദിയിലെ വെള്ളം അപകട നിലയ്ക്ക് മുകളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാലം അടയ്ക്കാനുള്ള അല്ലെങ്കിൽ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കാനുള്ള തീരുമാനത്തിൽ അധികൃതർ എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അവിടെ ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. യമുന നദിയിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലാണ് ഉള്ളത്. പഞ്ചാബിൽ നിന്നും വെള്ളം ഒഴുക്കിവിടുന്നതിൻ്റെ അളവ് കൂടിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു നദി കരകവിഞ്ഞൊഴുകാനുള്ള ഒരു സാഹചര്യം ഒക്കെ തന്നെയുണ്ട്. അങ്ങനെ വന്നാൽ അത് കൂടുതൽ നാശനഷ്ടങ്ങളിലേക്കും അതുപോലെ തന്നെ ആളപായങ്ങളിലേക്കൊക്കെ കടക്കും. നിലവിൽ മറ്റ് മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരവധി പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീടിടിഞ്ഞ് വീണും മറ്റും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു നദിയിലെ വെള്ളം പൂർണ്ണമായും പ്രദേശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഒരു നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിക്കുന്നത്. നിലവിൽ ഈ ഒരു തീരത്തുള്ളവരെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. അവർ തന്നെ ഓരോരോ ഘട്ടമായി അവരെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രളയ മുന്നറിയിപ്പ് സാഹചര്യം മുന്നിലെടുത്ത് ഈ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ഈ ഒരു നിർത്താതെ പെയ്യുന്ന മഴയാണ് ഇതിന് കാരണമായി ഉള്ളത്. ഈ ഒരു മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. എന്തായാലും നിലവിൽ ഓറഞ്ച് അലേർട്ടും പ്രളയ മുന്നറിയിപ്പുമാണ് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. വൃന്ദ, ശരി, വ്യക്തമാണ് രഞ്ജിൽ.